എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो അപി വാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 4-ാമത്തെ മന്ത്രം. സ്വപ്നസ്ഥാനോന്ത പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിങ്ക്തഭുക് തൈജസോ ദ്വിതീയപാദ. സ്വപ്നസ്ഥാന, സ്വപ്നമാകുന്ന സ്ഥാനത്തോടു കൂടിയവനും, അന്തഃപ്രജ്ഞ, അന്തർഭാഗത്തിൽ പ്രജ്ഞയോടു കൂടിയവനും, ബുദ്ധിയോടു കൂടിയവനും, സപ്താംഗ 7 അംഗങ്ങളോടു കൂടിയവനും, ഏകോനവിംശതി മുഖ 19 മുഖങ്ങളുള്ളവനും, പ്രവിവിക്തഭുക് സൂക്ഷ്മ വിഷയങ്ങളെ ഭക്ഷിക്കുന്നവനും ഭുജിക്കുന്നവനുമായ തൈജസൻ ദ്വിതീയപാദ 2-ാമത്തെ പാദം ആകുന്നു. 2-ാമത്തെ പാദം തൈജസനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ സ്ഥാനം സ്വപ്നമാണ്. പല സാധനങ്ങളോടു കൂടിയവനും, മനസ്സിൻ്റെ സ്പന്ദനം മാത്രമാകുന്ന രൂപത്തിലുള്ളതും, ബാഹ്യങ്ങളായ ശബ്ദാദികളാകുന്ന വിഷയത്തോടു കൂടിയതെന്ന പോലെ അവഭാസിക്കുന്നതും ആയ ജാഗ്രത് പ്രജ്ഞ അതുപോലെയുള്ള സംസ്കാരത്തെ മനസ്സിൽ ആധാനം ചെയ്യുന്നു. അപ്രകാരം സംസ്കൃതമായ മനസ്സ് ചിത്രമെഴുതിയിട്ടുള്ള പടം പോലെ, തുണി പോലെ, ചിത്രം വരച്ചിട്ടുള്ള തുണി പോലെ ബാഹ്യ സാധനങ്ങളുടെ അപേക്ഷ ഒന്നും കൂടാതെ അവിദ്യ, കാമം, കർമ്മം ഇവയുടെ പ്രേരണയാൽ ജാഗ്രത അവസ്ഥയിൽ എന്ന പോലെ അവഭാസിക്കുന്നു. അസ്യ ലോകസ്യ സർവാവതോ മാത്രാമുപാദയ, എല്ലാ സാധന സമ്പത്തിയോടും കൂടിയ ജാഗ്രത് അവസ്ഥയിലെ ലോകത്തിൻ്റെ വാസനയെ ഗ്രഹിച്ചിട്ട് സ്വപ്നത്തെ അനുഭവിക്കുന്നു എന്ന് ബൃഹദാരണ്യക ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. പരേ ദേവേ മാനസ്യേകീ ഭവന്തി എന്നാരംഭിച്ച് അത്രൈഷ ദേവസ്വപ്നെ മഹീമാനം അനുഭവതി എന്ന് അഥർവവേദത്തിലും പറഞ്ഞിരിക്കുന്നു. മനസ്സ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് ഉള്ളിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ വാസനയുടെ രൂപത്തിലാണ് സ്വപ്നത്തിൽ പ്രജ്ഞയുടെ സ്ഥിതി, ബുദ്ധിയുടെ സ്ഥിതി. ഇങ്ങനെയുള്ള പ്രജ്ഞയെ തൈജസ്സിന് ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. വിഷയമില്ലാത്തതും കേവല പ്രകാശസ്വരൂപമായ പ്രജ്ഞയിൽ വിഷയിയായിത്തീരുന്നത് കൊണ്ടാണ് ഈ പുരുഷനെ തൈജസൻ എന്ന് പറയുന്നത്. വിശ്വൻ, വൈശ്വാനരൻ സവിഷയനായതുകൊണ്ട് അവന് ബോധ്യമായിട്ടുള്ളത് സ്ഥൂലമായ പ്രജ്ഞയാകുന്നു. ഇവിടെയാകട്ടെ കേവലം വിഷയശൂന്യവും വാസനാമാത്രവുമായ പ്രജ്ഞയാണ് ഭോജ്യം. അതിനാൽ തൈജസൻ്റെ ഭോഗം വിവിക്തമാകുന്നു. മറ്റുള്ളതെല്ലാം വിശ്വനും തൈജസനും തുല്യം തന്നെ. വൈശ്വാനരനും തൈജസനും 7 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു, 19 മുഖങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരുപോലെയാണ്. ഇവിടെ ആദ്യം പറഞ്ഞ കാര്യത്തിൽ മാത്രമേ, പ്രജ്ഞയുടെ കാര്യത്തിൽ മാത്രമേ, ഭോജ്യത്തിൻ്റെയും ആ സ്ഥിതിയുടെ കാര്യത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. വൈശ്വാനരനും തൈജസ്സും തമ്മിലുള്ള സമാനതയും തുല്യതയും വ്യത്യാസവും എന്താണ് എന്ന് ഈ 4-ാമത്തെ മന്ത്രത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ 2 പേർക്കും അംഗങ്ങളും മുഖങ്ങളും ഒരുപോലെയാണെന്നും ബാക്കി കാര്യങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുമാണ് ഇവിടെ
പറഞ്ഞത്.